മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കഥകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേന്മാവ് എന്ന കഥ. ബഷീർ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. തൊട്ടപ്പുറത്തായി അയൽവാസികളായ ഒരധ്യാപക ദമ്പതിമാരുടെ ഫാമിലിയാണ്. റഷീദ് മാഷും അസ്മ ടീച്ചറും അവരുടെ മകനും. ഒരു ദിവസം റഷീദ് ഒരു പാത്രം നിറയെ മാങ്ങ ചെത്തി ബഷീറിന് കൊടുക്കുന്നു. നല്ല മധുരമുള്ള മാങ്ങ. റഷീദ് ബഷീറിനോട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു മാമ്പഴം? നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ റഷീദ് പറഞ്ഞു, ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ആ കഥയിലേക്ക് നമുക്ക് പോകാം. റഷീദ് ചെറുപ്പത്തിൽ തൻ്റെ സഹോദരനായ പോലീസ് ഓഫീസറെ കാണാൻ ദൂരെയുള്ള പട്ടണത്തിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ നല്ല കടുത്ത വേനൽക്കാലം. ഒരു ദിവസം അവിടെ പട്ടണത്തിൽ താമസിച്ചു. നാട് ചുറ്റിക്കാണാൻ ഇറങ്ങി. അതിനിടയിൽ ഒരു വൃദ്ധൻ തളർന്നിരിക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. നല്ല പ്രായമുള്ള ഒരു വൃദ്ധനാണ്. അയാൾ പറ്റെ അവശനാണ്. അയാൾ റഷീദിനോട് പറഞ്ഞു, മക്കളെ, കുറച്ച് വെള്ളം തരുമോ? റഷീദ് മാഷ് ഉടനെ തന്നെ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടി. അവിടെ ഒരു സ്ത്രീ പത്രം വായിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ അവൾ ഒരു പാത്രം നിറയെ വെള്ളവുമായി വന്നു. റഷീദ് മാഷ് പാത്രത്തിലെ വെള്ളവുമായി ഓടുന്നത് കണ്ടപ്പോൾ ഈ സ്ത്രീ റഷീദിനോട് ചോദിച്ചു, എങ്ങോട്ടാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നത്? റഷീദ് മാസ്റ്റർ പറഞ്ഞു, വെള്ളം എനിക്കല്ല, അവശനിലയിൽ ഒരാൾ റോഡരികിൽ കിടപ്പുണ്ട്, അയാൾക്കാണ്. അപ്പോൾ ഈ യുവതിയും അയാൾക്കൊപ്പം ചേർന്നു. അങ്ങനെ വൃദ്ധന് വെള്ളം കൊടുത്തു. വൃദ്ധൻ മെല്ലെ മെല്ലെ എഴുന്നേറ്റ് ആ വെള്ളം കുടിക്കുന്നതിന് പകരം തൊട്ടടുത്ത് ഉണങ്ങിക്കിടക്കുന്ന ഒരു മാവുണ്ടായിരുന്നു. അതിൽ നിന്നും അല്പം വെള്ളം ബിസ്മി ചൊല്ലിക്കൊണ്ട് അതിനൊഴിച്ചു. ബാക്കി വെള്ളം അദ്ദേഹം കുടിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാ, അയാൾ പറഞ്ഞു. എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ്. ഞാനൊരു ഫക്കീറാണ്. എനിക്ക് ബന്ധുക്കളായി ആരും തന്നെയില്ല. ഞാനിങ്ങനെ ലോകം ചുറ്റിക്കറങ്ങുകയാണ്. അതാണ് എൻ്റെ ജോലി. നിങ്ങളാരാണ്? അപ്പോൾ റഷീദ് പറഞ്ഞു, ഞാനൊരു അധ്യാപകനാണ്. അതുപോലെ യുവതി പറഞ്ഞു, എൻ്റെ പേര് അസ്മ, ഞാനൊരു അധ്യാപികയുമാണ്. ആ വൃദ്ധൻ അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ മുൻപിൽ വെച്ച് തന്നെ മരണമടഞ്ഞു. റഷീദ് തൻ്റെ അനിയനടുത്ത് പോയി ആംബുലൻസ് വിളിച്ചു കൊണ്ടുവന്നു. പള്ളിയിലേക്ക് ഇയാളെ കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകളെല്ലാം നിർവഹിച്ചു. വർഷങ്ങൾക്ക് ശേഷം അസ്മയും റഷീദും വിവാഹിതരായി. അവർ വെച്ച വീടാണ് നാം ആദ്യം കണ്ട ഈ വീട്. ഈ വീട്ടിലേക്ക് ആ തൈമാവ് മെല്ലെ ചാക്കിലാക്കി കൊണ്ടുവന്ന് അതിനെ വെള്ളമൊഴിച്ച് പരിചരിച്ചു. ചുറ്റിലും മണൽ വിരിച്ചു. ഇതാണ് ആ മാവിൻ്റെ കഥ. ഈ കഥ കേട്ടപ്പോൾ ബഷീർ പറഞ്ഞു, ഓ, മരിക്കാൻ കിടക്കുന്ന സമയത്തും അയാൾ എത്ര നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ റഷീദ് മാഷിൻ്റെ മകൻ ബഷീറിന് 4-5 മാങ്ങകൾ കൊടുത്തു. മോനെ, നീ ആരാണ്? നീ പഠിക്കുകയാണോ? മോൻ പറഞ്ഞു, അതെ, ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. നിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖോ? അതെ, എൻ്റെ പേര് യൂസഫ് സിദ്ദീഖ്. ആ വൃദ്ധനായ മനുഷ്യൻ്റെ പേര് തന്നെയാണ് ഈ അധ്യാപക ദമ്പതികൾ അവരുടെ മകനിട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വലിയ ഒരു സന്ദേശമാണ് ബഷീറിൻ്റെ തേന്മാവ് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനുഷ്യരുടെ സ്നേഹവും കരുണയും പ്രകൃതിയോടുള്ള കരുതലും നമുക്ക് ഈ കഥയിലൂടെ കാണാം. നമുക്ക് ഓരോരുത്തർക്കും ഈ മാമ്പഴത്തിൽ പറയുന്നത് പോലെ പരസ്പരം സ്നേഹിച്ചും പ്രകൃതിയെ സ്നേഹിച്ചും ജീവിക്കാൻ സാധിക്കട്ടെ. നന്ദി. നമുക്ക് വീണ്ടും കാണാം.